സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവുദിക്യക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ, അതായത് ദൈവിക സ്നേഹത്തിൻ്റെ പ്രധാന വക്താവായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ സകലവും വിട്ട് അവനെ അനുഗമിച്ച ശിഷ്യരോടുള്ള സ്നേഹം ഏത് സീമകളെയും വെല്ലുന്നതായിരുന്നു. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന പത്രോസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതിനുള്ള ശരിയായ ഉത്തരം നമുക്ക് നൽകും. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരു മുക്കുവന് ഊഹിക്കുവാനോ സങ്കൽപ്പിക്കുവാനോ കഴിയുന്നതിനപ്പുറമുള്ള ലക്ഷ്യപ്രാപ്തി വാഗ്ദത്തം ചെയ്യുന്നതോ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവും. പൗലോസിന്റെ സുവിശേഷ വേലയുടെ അവസാന സമയം അടുത്തിരിക്കുന്നു എന്ന് ഏറെക്കുറെ നിശ്ചയമുള്ളവൻ, ജഡത്തിൽ അവന്റെ മുഖം കണ്ടിട്ടില്ലാത്ത കൊലോസ്യ സഭയെക്കുറിച്ച് പൗലോസ് അറിയുന്നത് എപ്പഫ്രാസിൽ നിന്നുമായിരുന്നുവല്ലോ. കാണുവാൻ ഒരിക്കലും സാധ്യമല്ല എന്നതിനാലാണല്ലോ പ്രതികൂല സാഹചര്യങ്ങളിൽ കാരാഗ്രഹ ലേഖനങ്ങൾ തന്നെ പൗലോസ് എഴുതുന്നത്. കൊലോസ്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗം താൻ പ്രാണന് തുല്യം സ്നേഹിച്ച, തൻ്റെ മരണം വരെയും കൂടെയുണ്ടായിരുന്ന വിശ്വസ്ത സഹോദരന്മാരെ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് വിനിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തിഹിക്കോസിനെയും ഒനേസിമോസിനെയും നാം പരിചയപ്പെട്ടു. ഇന്ന് വിശ്വസ്ത പട്ടികയിലെ ചിലരെ കൂടെ നമുക്ക് പരിചയപ്പെടാം. വേദത്തിലില്ലാത്ത ചരിത്ര സത്യങ്ങൾ ചെയ്യുമ്പോൾ അർത്ഥമില്ലാതെയല്ല തൻ്റെ പ്രിയ സഹോദരന്മാരുടെ പേരുകൾ ലോകത്തിന് ഗ്രഹിക്കത്തക്കവണ്ണം ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. പരിച്ഛേദനക്കാരായ 3 പേരും ജാതിയിൽ നിന്നുള്ള ഒരുവനും പൗലോസിന്റെ ഹൃദയത്തിൽ മായാമുദ്ര പതിപ്പിച്ചവരാണ്. ഒന്ന് അരിസ്താർക്കസ്. അരിസ്റ്റർഹോസ് എന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നു. പൗലോസിനോട് കൂടെ അതേ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നവൻ. പേരിന്റെ അർത്ഥം നല്ല ഭരണാധികാരി. അപ്പോസ്തല പ്രവൃത്തി 20:4 നാം ഇത് വായിക്കുന്നു. മാസിഡോണിയയിൽ നിന്നും വന്നവൻ. എഫെസോസിലെ കലാപ സമയത്ത് ജീവനെ പോലും തൃണവൽഗണിച്ച് പൗലോസിനോട് കൂടെ നിന്നവനായിരുന്നു അരിസ്താർക്കസ്. റോമിലേക്കുള്ള കപ്പൽ യാത്രയിലും കൂടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 27:2 വായിക്കുന്നു. പൗലോസ് അനുഭവിച്ച ഏറ്റവും രൂക്ഷമായ കപ്പൽ ഛേദവും കപ്പൽ തകർച്ചയും നാം വായിക്കുന്നത് ഈ അധ്യായത്തിലായിരുന്നുവല്ലോ. പൗലോസിനോടുള്ള ശതാധിപന്റെ താല്പര്യം മൂലം തടവുകാരെ കൊല്ലാതെ ഇരുന്നു എന്നും നാം അവിടെ കാണുന്നു.
പ്രത്യേകമായി റോമൻ ഭരണകൂടം സംശയിക്കുന്ന ഒരു കുറ്റവും അരിസ്തോർക്കസ് ചെയ്തിരുന്നില്ല. എന്നാൽ താൻ ഏറെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പൗലോസിനെ ഏകനായി വിടുവാൻ മനസ്സില്ലാതെ സന്തത സഹചാരിയായി കൂടെ തന്നെ നിന്നു എന്നതാണ് വാസ്തവം. സ്വയം തടവുകാരനായി പൗലോസിനോടുകൂടെ ഉടനീളം യാത്ര ചെയ്തവനാണ് അരിസ്തോർക്കസ്. തൻ്റെ കഷ്ടതയിൽ, ഏകാന്തതയിൽ, മരണം തന്നെ സുനിശ്ചയമായ സന്ദർഭങ്ങളിൽ പോലും ഒരു താങ്ങായി, കരുത്തായി കൂടെയുണ്ടായിരുന്ന ആത്മാർത്ഥ സുഹൃത്ത്. സുവിശേഷ വേലയിൽ ഏറെ തൽപരനുമായിരുന്നു ഈ ശിഷ്യൻ. 2 മർക്കോസ്, രണ്ടാം സുവിശേഷത്തിന്റെ എഴുത്തുകാരൻ. സഭാചരിത്രത്തിന്റെ ആരംഭ ദശയിൽ പ്രധാന പങ്ക് വഹിച്ചവൻ. ബർന്നബാസിന്റെ സഹോദരി പുത്രൻ, സുവിശേഷ വേലയിൽ താല്പര്യമുള്ളവൻ എന്നീ നിലകളിലാണ് നാം മർക്കോസിനെ കാണുന്നത്. മർക്കോസിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് പത്രോസ് ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 1 പത്രോസ് 5:13. നിങ്ങളുടെ സഹവൃതയായ ബാബിലോനിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. തന്റെ മാതാവായ മറിയയുടെ ഭവനം സുവിശേഷ വേലയ്ക്കായി തുറന്നിട്ടിരുന്നു എന്നും നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12:12. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹെരോദ രാജാവ് വിശ്വാസികൾക്കെതിരായി പീഡനം അഴിച്ചുവിട്ട സമയം. യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷിയായ സമയം. അന്ന് തടവിലാക്കിയ പത്രോസിനു വേണ്ടി പ്രാർത്ഥനയ്ക്കായി ലഭിച്ചതും മർക്കോസിന്റെ ഭവനമായിരുന്നു എന്നതാണല്ലോ ഇവിടെ വ്യക്തമാകുന്നത്. ഈ സുവിശേഷ തൽപരതയായിരുന്നു മർക്കോസിനെ ആദ്യ മിഷണറി യാത്രയിൽ ബർന്നബാസിനോട് ചേർന്ന് പൗലോസിനെ അനുഗമിക്കുവാൻ പ്രേരിപ്പിച്ചത്. മാതാവിനോടുള്ള ഉറ്റ സ്നേഹവും കരുതലും, മാതാവിന് തന്നോടുള്ള സ്നേഹവും പൗലോസിനോട് കൂടെയുള്ള ആദ്യ മിഷണറി യാത്ര പൂർത്തീകരിക്കാതെ മടങ്ങുവാൻ മർക്കോസിന് പ്രേരണയായി എന്നതാണ് സത്യം. അപ്പോസ്തലപ്രവൃത്തി 13:13. പൗലോസും കൂടെയുള്ളവരും പാഫസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. യോഹന്നാന്റെ മറുപേരാണ് മർക്കോസ്. പല ശിഷ്യർക്കും മർക്കോസിനോട് അതൃപ്തി ഉണ്ടാകുവാൻ ഈ പ്രവൃത്തി കാരണമായി. കൃത്യമായ കാരണം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ചെറുപ്പക്കാരനായ മർക്കോസിനെ ഭവനത്തിലെ അന്തരീക്ഷവും മാതാവിൻ്റെ പുത്രസ്നേഹവും ഏറെ പ്രേരിപ്പിച്ചു എന്ന് കരുതാം. യാക്കോബിന്റെ മരണം അന്ന് സഭയ്ക്ക് ഒരു ആഘാതമായി തീർന്നു. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി. എന്നാൽ അതേ കാരാഗൃഹത്തിലായിരുന്ന പത്രോസിന്റെ വിടുതൽ സഭയെ ആത്മീകമായി ഉത്തേജിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു എന്നതും ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇത് മർക്കോസിന്റെ അമ്മ മറിയയുടെ ഭവനത്തിലെ പ്രാർത്ഥനയാലാണെന്നതിന് ദൃക്സാക്ഷിയാണല്ലോ മർക്കോസും. രണ്ടാം മിഷണറി യാത്രയിൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പൗലോസ് മടിച്ചു എന്ന് മാത്രമല്ല, ബർന്നബാസുമായി ഉഗ്രവാദമുണ്ടായി തമ്മിൽ പിരിയുവാനും കാരണമായി. മർക്കോസ് സുവിശേഷ വേലയ്ക്കായി തന്നെ വീണ്ടും ഒരുക്കുമ്പോൾ 2 വസ്തുതകൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷത്തിനായി വേർപിരിഞ്ഞ പൗലോസും ബർന്നബാസും അതേ സുവിശേഷത്തിനായി തങ്ങളുടെ നിലപാടുകൾ മാറ്റി എന്ന് കാണുന്നു. ഒന്ന്, നിരുപാധികം മർക്കോസിനെ സ്വീകരിപ്പാൻ പൗലോസ് തയ്യാറായി. തിമോഥെയോസിനോട് പൗലോസ് ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കൂ. 2 തിമോഥെയോസ് 4:11. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ.
മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. 2. ഇപ്പോൾ മർക്കോസ് സുവിശേഷത്തിന് ഉപയോഗമുള്ളവൻ. തന്നോടൊപ്പം സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്ന മർക്കോസിനെ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനം വ്യാപകമാകുന്നു എന്ന് കണ്ട് പൗലോസിനോടൊപ്പം അയക്കുന്ന ഒരു ബർന്നബാസിനെയാണ് നാം ഇവിടെ കാണുന്നത്. സുവിശേഷത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമായ ഒരു പ്രവൃത്തിയും നമ്മിൽ ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെക്കുറിച്ച് നാം ഓർക്കുക പോലും അരുത്. പുതിയ നിയമസഭയ്ക്ക് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പിന്നീടുള്ള നിലപാട് വ്യത്യസ്ത രീതിയിൽ സുവിശേഷ വേല ചെയ്തു എങ്കിലും ഒരു മാതൃകയായി തീരട്ടെ. സുവിശേഷത്തിന്റെ മുൻപിൽ ഭീരുവായി തീർന്ന മർക്കോസാണ് ക്രിസ്തുവിന്റെ ദാസ്യത്വത്തെ സുവിശേഷമാക്കി നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണല്ലോ ക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പിയർ 2:6-7 നാം വായിക്കുന്നത്. ആ ഭാഗം നമുക്ക് വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മർക്കോസിന്റെ ജീവിതാനുഭവം നമുക്കും ഒരു ചൂണ്ട് പലകയാകട്ടെ. AD 68 അലക്സാന്ദ്രിയയിൽ വെച്ച് ജാതികൾ മർക്കോസിനെ കഴുത്തിൽ കുരുക്കിട്ട് കയറുകൊണ്ട് ബന്ധിച്ച് തെരുവീഥിയിലൂടെ മരിക്കുന്നത് വരെ ഇഴച്ചുകൊണ്ടുപോയി എന്നതാണ് ചരിത്രം. 3. യുസ്തോസ് യേശു. യുസ്തോസിനെ കുറിച്ച് അധികം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാൽ പൗലോസിനോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരു സഹഭൃത്യൻ എന്ന് കണക്കാക്കാം. പൗലോസിന് ജീവിതാവസാനത്തിൽ ആശ്വാസമായി തീർന്ന കുറച്ചു പേരിൽ യുസ്തോസും ഉൾപ്പെട്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശോഭ നേരിൽ കണ്ട പൗലോസിന് സുവിശേഷ വേലയുടെ ഊർജം ദമസ്കോസിന് സമീപെ വെച്ച് തന്നെ ലഭിച്ചു. യേശു നിത്യജീവന്റെ ഉടമയായി പിതാവിന്റെ വലഭാഗത്തിരിക്കുന്ന യാഥാർത്ഥ്യം അക്ഷരികമായി മനസ്സിലാക്കിയ പൗലോസ് വേറെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വാക്യഭാഗം തന്നെ ഉദ്ധരിക്കട്ടെ. ഗലാത്യർ 1:11-12 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കാതെ ഇരുന്ന ശൗൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യേശുവിനെ ദർശിക്കുമ്പോൾ തന്നെ ക്രിസ്തു എന്ന സുവിശേഷവും മാനുഷികമല്ല, ഉയരത്തിലേതാണ് എന്ന് ഗ്രഹിക്കുകയാണ്. ഒരിക്കലും കൃപയ്ക്ക് യോഗ്യൻ അല്ലാതിരുന്ന തനിക്ക് കർത്താവിന്റെ ധാരാളമായ കൃപ ലഭിച്ചപ്പോൾ ഒരു സത്യം കൂടെ താൻ മനസ്സിലാക്കി. ഈ രക്ഷ നിത്യമായതാണ്, മാനവജാതിക്ക് വേണ്ടിയുള്ളതാണ്, യഹൂദന്മാരുടെ മാത്രം കുത്തകയല്ല എന്ന്. അപ്പോസ്തലന്മാർ പോലും ഈ യാഥാർത്ഥ്യത്തെ ആദ്യകാലങ്ങളിൽ ഉൾക്കൊള്ളുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. എന്നാൽ പൗലോസിനെ നാം കാണുന്നത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ്. ഗലാത്യർ 2:7-8 വാക്യങ്ങൾ. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടി വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിനെ പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. യഹൂദരായ സഭാവിശ്വാസികളിൽ നല്ല ഒരു പങ്കും പൗലോസിനെ അംഗീകരിക്കുവാൻ പ്രത്യക്ഷത്തിൽ തയ്യാറായില്ല. ഈ അവസ്ഥയിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന്
കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു എന്ന്. അപ്പോസ്തലപ്രവൃത്തി 13 46-47 വാക്യങ്ങൾ. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ പൂർണ്ണ പിന്തുണ പൗലോസിന് യെരുശലേമിൽ ലഭിച്ചിരുന്നു എങ്കിലും യഹൂദന്മാർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിനും ബർന്നബാസിനും നേരെ ഉപദ്രവമുണ്ടാക്കി പട്ടണത്തിന് പുറത്താക്കി കളഞ്ഞു എന്നും അപ്പോസ്തലപ്രവൃത്തി 13:50 നാം വായിക്കുന്നു. റോമയിലെത്തിയ ശേഷവും അവിടെയുള്ള യഹൂദന്മാരിൽ പ്രധാനികളും പൗലോസിന്റെ ആശയത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല. ഒരു വിഭാഗം തന്നെ അനുകൂലിച്ചു എങ്കിലും പരസ്യമായി തന്നെ എതിർക്കുന്നവരുടെ ഇടയിൽ പരസ്യമായി തനിക്ക് പിന്തുണയും കൂട്ടായ്മയും തന്നവരെ പേരു പറഞ്ഞ് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. 4 കാരാഗൃഹ ലേഖനങ്ങളിലും പൗലോസ് തൻ്റെ കൂട്ടുവേലക്കാരുടെ വന്ദനങ്ങളെ അതാത് സഭകളിൽ അറിയിക്കുകയാണ്. തൻ്റെ കാലശേഷവും തന്നോട് സഹകരിച്ചവർക്ക് സുവിശേഷ വേല അഭംഗുരം ചെയ്യുവാൻ സാധിക്കണമെന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. കൊലോസ്യർ 4:12-13 നമുക്ക് പ്രവേശിക്കാം. 26/5/2021 കൊലോസ്യർ 1:7-8 വാക്യങ്ങൾ നാം പഠനത്തിന് വിധേയമാക്കുമ്പോൾ എടുത്തിട്ടുള്ളതാണ് എപ്പഫ്രാസിനെ കുറിച്ചുള്ള വിവരണങ്ങൾ. എപ്പഫ്രാസിനെ കുറിച്ച് അന്ന് നാം ചിന്തിച്ചിട്ടുള്ളതാകിയാൽ വിശദമായ ഒരു പഠനത്തിന് ഇവിടെ മുതിരുന്നില്ല. കൊലോസ്യ സഭയുടെ സ്ഥാപകൻ, ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനെന്ന് കൊലോസ്യർ 1:8 ക്രിസ്തുവിന്റെ ദാസൻ എന്ന് കൊലോസ്യർ 4:12 നാം വായിക്കുന്നു. പൗലോസ് എപ്പഫ്രാസിൽ കണ്ട പ്രത്യേകതകൾ. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നവനാണ്. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലവോദിക്യ സഭയ്ക്ക് വേണ്ടിയും ഹീരപ്പൊലിക്കാർക്ക് വേണ്ടിയും വളരെ അധ്വാനിക്കുന്നവനാണ്. പൊതുവായ പ്രാർത്ഥനയിലല്ല, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ എപ്പഫ്രാസ് സമയം കണ്ടെത്തിയിരുന്നു. തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവമക്കളുടെ വിശ്വാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു. വിശ്വാസത്തിൽ തികഞ്ഞവരാകേണ്ടതിനും അവരെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് അവർ അറിയേണ്ടതിനും ഇടയാക്കണമേ എന്നതായിരുന്നു എപ്പഫ്രാസിന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന. പൗലോസും എപ്പഫ്രാസും ഒരേ കാരാഗൃഹത്തിൽ ഒരേ മുറിയിലായിരുന്നതിനാൽ എപ്പഫ്രാസിന്റെ സകല ചലനങ്ങളും പ്രാർത്ഥനാ വാചകങ്ങളും പൗലോസ് ഏറെ ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗം എപ്പഫ്രാസിനെ കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നത് താൻ ഒരു സാക്ഷിയായിട്ടാണ്. പൗലോസ് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഒരു വാചകത്തിൽ ഒതുക്കിയാൽ എപ്പഫ്രാസ് ഒരു പ്രാർത്ഥനാ വീരൻ എന്ന് പറയാം. എത്ര അനുഗ്രഹീതമായ സാക്ഷ്യം! അതും അപ്പോസ്തലനായ പൗലോസിന്റെ തൂലികയിലൂടെ നാം അറിയുന്നു. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയേണ്ടുന്നതിനായി
ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി പ്രാർത്ഥന ജീവിതത്തിൽ മുന്നിട്ടുകൊണ്ട് ഓരോ ചുവടും നമുക്ക് വയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിസ്തുല്യ ദൈവമേ, കൂട്ടായ്മയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ നീ ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നുവല്ലോ. അന്യോന്യം ഭാരങ്ങളെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ അടിയങ്ങൾക്ക് കഴിവ് നൽകണമേ. ലോകം ഞങ്ങൾക്കൊരു സമാധാനവും നൽകുകയില്ല എന്ന് ഞങ്ങൾ വ്യക്തമായി അറിയുന്ന കർത്താവേ, നിന്റെ സമാധാനം നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കയാൽ സ്തോത്രം. നിത്യതയുടെ അവകാശികളുമായി ഈ ലോകത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ അടിയങ്ങൾക്ക് അവസരം നൽകണമേ. കൂട്ടായ്മയുടെ വലിയ സന്തോഷം ഈ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. താഴുകില്ല, ഞാൻ വീഴുകില്ല.